ഹായ് മക്കളെ, എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഓണപരീക്ഷ നമ്മുടെ പടിവാർഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ബേസിക് സയൻസിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങളാണ് ഇത്തവണ പരീക്ഷയ്ക്ക് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറഞ്ഞ്. അപ്പൊ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എന്തെല്ലാം നമുക്ക് പ്രധാനമായും ചോദിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ, ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പൊ ഓരോ ദിവസത്തെയും ശാരീരികമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡാണ്. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യമായിട്ട്, വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? ഫുഡിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? Nutrients are the components required for our growth to maintain health and to prevent disease. We obtain nutrients from food items. അപ്പൊ നമുക്ക് എന്ത് ആവശ്യമാണ്? ന്യൂട്രിയൻസ്, പോഷകാംശങ്ങൾ ആവശ്യമാണ് അല്ലെ? ഇപ്പൊ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഗ്രോത്തിന്, വളർച്ചയ്ക്കും, ശാരീരികമായ വളർച്ചയ്ക്കും, ശരീരത്തിന്റെ ആരോഗ്യത്തിനും, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിനും, പ്രതിരോധിക്കുന്നതിനൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ്. ഈ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക, ഫുഡ് എന്ന് കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ? അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വൈ ഡു വി ഈറ്റ് ന്യൂട്രിയന്റ് റിച്ച് ഫുഡ്? ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള പോഷക സമ്പുഷ്ടമായ ഭക്ഷണം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ള ആൻസർ എന്തായിരുന്നു? ഓൾ ഫുഡ് ഐറ്റംസ് മെ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയന്റ് ഇൻ ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ആഡിക്വേറ്റ്, ആവശ്യമുള്ള അളവിലുള്ള ന്യൂട്രിയൻസ് നമുക്ക് എന്ത് കിട്ടില്ല? എല്ലാ ഭക്ഷണത്തിൽ നിന്നും കിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. ഹെൻസ് വി ഈറ്റ് എവരി ഓഫ് ഫുഡ് ഐറ്റം പ്രിപ്പയർഡ് യൂസിങ് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്ത ഘടകങ്ങൾ, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കണം. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ് ഈസ് ക്വാളിറ്റി ആൻഡ് ദ ടൈം ഓഫ് കൺസംഷൻ ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, അതുപോലെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അല്ലെ, ഗുണമേന്മ, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം, അതായത് ഭക്ഷണം ദഹിക്കാൻ എടുക്കുന്ന സമയമൊക്കെ. സോ എവ്രി വൺ ഷുഡ് ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതുകൊണ്ട് എല്ലാവരും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. നെക്സ്റ്റ്, കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? എങ്ങനെയാണ് നമുക്ക് കിട്ടുക? എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളതാണ്. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ഒരു ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി, ഊർജം ശരിക്കും ലഭ്യമാവുന്നത് എവിടെ നിന്നാണ്? കാർബോഹൈഡ്രേറ്റ്സ് നിന്നാണ് അല്ലെ? കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഭക്ഷണത്തിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റ് കിട്ടുക. എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം? ഡിഫറെന്റ് ഫോംസ് ലൈക്ക് ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബർ അല്ലെ? ഫൈബേഴ്സും അതുപോലെ സെല്ലുലോസ്, ഗ്ലൂക്കോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, സ്റ്റാർച്ചും ഷുഗറൊക്കെ അടങ്ങിയിട്ടുള്ള എന്ത് ചെയ്യണം? ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? കാർബോഹൈഡ്രേറ്റ് ലഭിക്കുകയുള്ളൂ. അടുത്തത്, പ്രോട്ടീൻസ് എന്താണ്? ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ എന്താണ്? എന്താണ് പ്രോട്ടീൻ? അതുപോലെ പ്രോട്ടീന്റെ ഫങ്ഷൻ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയന്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. നമ്മുടെ ശരീരം വളരുന്നതിന് അല്ലെ, നമ്മുടെ വളർച്ച ഉണ്ടാവുന്നതിന്, ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാവുന്നതിനൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ് അല്ലെ? നമ്മുടെ പേശികളുടെ ആരോഗ്യത്തിന്, ഹെയർ, അതുപോലെ സ്കിന്ന്, ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നതിന് വേണ്ടി എന്ത് വേണം? പ്രോട്ടീൻ ആവശ്യമാണ്. സോ മോറോവർ പ്രോട്ടീൻസ് പ്രൊവൈഡ് എനർജി. ഇതിന് പുറമെ നമുക്ക് ആവശ്യമുള്ള ഊർജവും ആര് നൽകുന്നുണ്ട്? പ്രോട്ടീൻ നൽകുന്നുണ്ട്. അപ്പൊ എത്രയാണ് പ്രോട്ടീന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കഴിക്കണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ? പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന അസുഖങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ അല്ലെ? ഏതൊക്കെയാണ്? ക്വാഷിയോർക്കർ ആൻഡ് മരാസ്മസ്. ക്വാഷിയോർക്കറും മരാസ്മസും ആണ്. ഇനി നമ്മളോട് അടുത്ത് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ഇൻക്ലൂഡ് ദർ ഡയറ്റ് ടു കോമ്പൻസേറ്റ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ?
പ്രോട്ടീന്റെ കുറവ് നികത്താൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാമാണ്? ഗ്രീൻ പീസ്, പനീർ, ബീൻസ്, സോയാബീൻ, ഓട്സ്, കാഷ്യൂ നട്ട്സ്, ഗ്രൗണ്ട് നട്ട്സ് തുടങ്ങിയൊക്കെയാണ് നമ്മൾ പ്രോട്ടീൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് നമുക്ക് ലഭിക്കും. ഇനി നമ്മളോട് ചോദിച്ചേക്കാം, നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവരുത്. ഡോക്ടേഴ്സ് നമ്മൾ ഉപദേശിക്കാറുണ്ട് അധികം ഫാറ്റി ആയിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കരുത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ അഡ്വൈസ് ചെയ്യാനുള്ള കാരണമെന്ന്? ഹാവ് യു ഹിയർഡ് ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ടു ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്? വാട്ട് കുഡ് ബി ദ റീസൺ? അതിന് കാരണം എന്തായിരിക്കാം? ഇപ്പൊ കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ ഒരു ഫോം, ഒരു രൂപമാണ് എന്തെന്ന് പറയുന്നത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ ആവശ്യമാണ്, പക്ഷെ ചെറിയ അളവിൽ മതി നമുക്ക് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എക്സസ്, കൊളസ്ട്രോൾ എക്സസ് ആയി കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബ്ലഡ് ഇറ്റ് ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇന്നർ വാൾ ഓഫ് ബ്ലഡ് വെസൽ. നമ്മുടെ ബ്ലഡ് വെസലിന്റെ രക്തക്കുഴലുകളുടെ ഇന്നർ വാളില്, ഉൾഭിത്തികളിൽ എന്ത് ചെയ്യും? കൊളസ്ട്രോള് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും, അടിഞ്ഞുകൂടപ്പെടും, ടു പ്രിവെന്റ് ബ്ലഡ് ഫ്ലോസ്. അപ്പൊ എന്ത് ചെയ്യും? രക്തക്കുഴലിന്റെ തിക്നെസ് കൂടുകയും രക്തത്തിന്റെ പ്രവാഹത്തെ അത് തടയുകയും ചെയ്യും. ദിസ് മേ കോസ് ഫേറ്റൽ ഡിസീസ് ലൈക്ക് സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ ഇതൊക്കെ മരണം സംഭവിക്കുന്ന ആണ് ഫേറ്റൽ ഡിസീസ്. മരണകാരണമാവുന്ന അസുഖങ്ങളിലേക്ക് നയിക്കും. ഇതുപോലെ സ്ട്രോക്ക് ഉണ്ടാക്കാം, അതുപോലെ ഹാർട്ട് ഫെയിലിയർ ഒക്കെ വന്നേക്കാം. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക, അതുപോലെ ലൈക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.